Show. വരുന്നുണ്ട്. കൂടെ ആരോ ഉണ്ടല്ലോ. ഇന്നിതിൽ ഏത് മിഠായി കൊടുക്കും? നീ വരുന്നോ? ഞാൻ പോവാ. ഇല്ല, നീ പോയിക്കോ. ഇതൊന്നും അത്ര ശരിയല്ല. അവളെന്താ പോയത്? ജോളി, നല്ല സ്വാദില്ലേ ആ കടയിലെ അങ്കിൾ തന്ന മിഠായികൾക്ക്? ഓ, അത്ര നല്ല സ്വാദൊന്നുമില്ല. എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം അതിനുണ്ട്. ഓ, അല്ലെങ്കിലും നിനക്ക് അങ്ങനെയാണല്ലോ, എന്തിനും ഒരു വിമർശനം ഉണ്ടാകും. രേണു, എന്തായാലും ആ കടക്കാരനുമായുള്ള സൗഹൃദം അത്ര നല്ലതല്ല. ഓ, അതൊക്കെ നിന്റെ തോന്നലുകളാ. ആ അങ്കിൾ നല്ല മനുഷ്യനാ. ആ, അങ്ങനെയായാൽ നല്ലത്. ഓ, ഞാൻ നല്ല മിഠായി തിന്നുന്നതിന്റെ അസൂയാ നിനക്ക്. ഇവരെന്തിനുള്ള പുറപ്പാടാ? പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ മിഠായി ഒന്നും കണ്ടിട്ടില്ല. എനിക്കെൻ്റെ പപ്പ നല്ല മിഠായൊക്കെ വാങ്ങിത്തരാറുണ്ട്. ആ, അതൊന്നും എനിക്കറിയത്തില്ല. ആ അങ്കിൾ എനിക്ക് എല്ലാ ദിവസവും ചോക്ലേറ്റും മിഠായികളും തരും. ഒരു പൈസ പോലും എന്നോട് മേടിക്കത്തില്ല. അതെന്താ? ആ അങ്കിളിന് എന്നെ പോലെയുള്ള നല്ല കുട്ടികളെ വലിയ ഇഷ്ടമാന്നാ പറഞ്ഞത്. രേണു, അപരിചിതരുമായുള്ള സൗഹൃദം തെറ്റാണ്. ഇത് ഗുരുജി എങ്ങാനും അറിഞ്ഞാൽ നിന്നെ വഴക്കു പറയും. ഓ, ഇത് ഗുരുജി ഒന്നും അറിയാൻ പോകുന്നില്ല. നീയായിട്ട് അറിയിക്കാതിരുന്നാൽ മതി. പിന്നെ ഞാനെന്ന് പറഞ്ഞ കുറ്റം പറഞ്ഞ് നടക്കുകയല്ലേ? ഇവരിന്നീ കടക്കാരന്റെ പേരിൽ അടി ഉണ്ടാക്കും. അല്ലെങ്കിലും നിനക്ക് നല്ല അസൂയ എന്നോട്. എന്തിന്? ആ, എന്നെ ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചാലോ, നല്ല രീതിയിലൊന്ന് പെരുമാറിയാലോ നിനക്ക് അസൂയ, അല്ലാതെന്താ? ഓ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ കാലഘട്ടമൊക്കെ വളരെ മോശമാണെന്നാണ് ഗുരുജി പറഞ്ഞിട്ടുള്ളത്. ഓ, എന്തു പറഞ്ഞാലും ഒരു ഗുരുജി ഗുരുജി. എന്തായാലും ആ അങ്കിൾ ഒരു നല്ല ആളാ. നീ ഇതിലൊന്നും ഇടപെടണ്ട. സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവർ തമ്മിലുള്ള ബഹളം. അതെ അതെ, പാച്ചു പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ ഞാൻ ജോളിനെ വിളിച്ചു. എന്നിട്ട് ജോളി വിവരമെല്ലാം പറഞ്ഞു. രേണുകയുടെ പോക്ക് അത്ര ശരിയല്ലെന്നാണ് അറിഞ്ഞത്. ഇനിയിപ്പോ എന്തു ചെയ്യും? ജോളി നല്ല രീതിയിൽ ആ രേണുകയെ ഉപദേശിച്ചു. എന്നിട്ടും ആ രേണുക കേൾക്കുന്നില്ല. ഈ രേണുകയുടെ ഒരു കാര്യം, പലവട്ടം അവൾ അബദ്ധത്തിൽ ചെന്ന് ചാടിയതാ. എത്ര തെറ്റ് സംഭവിച്ചാലും പഠിക്കില്ലെന്ന് വെച്ചാ. മാത്യു, അവിടെ വെച്ച് ശരിക്കും വഴക്കായി. അവരെ പിടിച്ചു മാറ്റാൻ ഞാൻ എത്ര ബുദ്ധിമുട്ടിയെന്നറിയാമോ? ഓഹോ, നമുക്കൊരു കാര്യം ചെയ്താലോ? എന്ത് കാര്യം? നമുക്ക് ആ രേണുകയെ ഒന്ന് ഉപദേശിച്ചാലോ? ഓ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. അതെന്താ പാച്ചു നീ അങ്ങനെ പറഞ്ഞത്? ഓ, ഞാൻ ആ ജോളിയോട് ശരിക്കും പറഞ്ഞതാ, എന്നിട്ടും അവള് കേട്ടില്ല. നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? ചിലപ്പോ മാറ്റമുണ്ടായാലോ? നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആവാം, പക്ഷേ എനിക്കത്ര ഉറപ്പില്ല. ഓ, ഒരു പക്ഷേയുമില്ല. നമുക്ക് ആ രേണുകയുമായി ഒന്ന് സംസാരിക്കാം. അവളൊരു എടുത്തുചാട്ടക്കാരിയാ. ഞാൻ പറയാം.
അത് ശരിയാ. ഇപ്പോൾ പത്രങ്ങളിൽ വരുന്നത് അവൾ കണ്ടിട്ടുണ്ടാവൂല. അത് ശരിയാ. ഏത് പത്രമെടുത്ത് നോക്കിയാലും കുട്ടികളെ ക്രൂരമായി ലഹരി മിഠായികളൊക്കെ കൊടുത്ത് വഴിതെറ്റിക്കുന്ന വാർത്തകളാണ് മുഴുവനും. ഈ മനുഷ്യരുടെ ഒരു കാര്യം. നമുക്ക് ജോളിയെയും രേണുകയെയും ഒരുമിച്ച് നിർത്തി ഒന്ന് സംസാരിച്ചാലോ? ഒരു കാര്യം ചെയ്, മാത്യു തന്നെ അവർ ഇരുവരെയും വിളിച്ചൊന്ന് സംസാരിക്കേ. എന്താ ജോണേ? അത് ശരിയാ. മാത്യു പറഞ്ഞാൽ അവൾ കേൾക്കുമല്ലോ. ശരി, ഞാൻ പറയാം. അവർ തമ്മിൽ പിരിയാൻ പാടില്ലെന്ന് ഗുരുജി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിൽ പരസ്പരം വിദ്വേഷം വളർത്തരുത്. ശരി, എങ്കിൽ ആ ദൗത്യം മാത്യു തന്നെ ഏറ്റെടുത്ത് ഭംഗിയാക്ക്. ഓ ശരി, എങ്കിൽ ഞാൻ അത് ഏറ്റിരിക്കുന്നു. അതാ നല്ലത്. വരൂ മോളെ വരൂ, ഇതെല്ലാം മോൾക്ക് അങ്കിൾ ഫ്രീ ആയി തരുന്നതാ. ഓ നല്ല അങ്കിൾ, എന്ത് നല്ല അങ്കിൾ. മോൾ ഇങ്ങ് അകത്തോട്ട് കയറി വാ. അയ്യോ അത് വേണ്ട അങ്കിൾ, ആരെങ്കിലും കാണും. ഓ അതൊന്നും സാരമില്ല. അങ്കിളിന് മോളെ പോലെ ചെറുമകളുള്ളതല്ലേ. മോളിങ് വാ. ഇവിടെ മോളെ പോലെ ധാരാളം കുട്ടികൾ അങ്കിളിനെ കാണാൻ വരാറുള്ളതാ. ഇങ്ങോട്ടകത്തേക്ക് വരൂ, മടിക്കാതെ. മോൾക്ക് അങ്കിൾ കഥകൾ പറഞ്ഞു തരാം, പുതിയ മിഠായി തരാം, പിന്നെ അങ്ങനെ അങ്ങനെ. ഓ ഈ അങ്കിളിന്റെ ഒരു കാര്യം, എന്ത് നല്ല അങ്കിളായത്. മോളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഈ അങ്കിളിന് എന്ത് വിഷമമാണെന്നറിയാമോ? എനിക്കും അത് തന്നെ അങ്കിളെ അവസ്ഥ. അങ്കിളിനെ കണ്ടില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമമാണ്. ആ പിന്നെ ഒരു കാര്യം, മോളുടെ കൂട്ടുകാരികളെ ഇവിടെ വിളിച്ചോണ്ട് വരണം. അതെന്തിനാ അങ്കിൾ? അങ്കിളിന് നിന്റെ കൂട്ടുകാരികളെ വലിയ ഇഷ്ടമാ. അവർക്കൊക്കെ ചോക്ലേറ്റും മിഠായും ഒക്കെ ഈ അങ്കിൾ കൊടുക്കാം. ഓ കൊണ്ടുവരാം, എന്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട വേണ്ട, രേണുകയുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്സിനെ മാത്രം കൊണ്ടുവന്നാ മതി. ഓ ശരി അങ്കിൾ, എല്ലാം അങ്കിളിന്റെ ഇഷ്ടം പോലെ. സമയമേറെയായി, ഞാൻ എന്നാ പോയിക്കോട്ടെ അങ്കിൾ. മാത്യു, നീ എന്തിനാ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ഞാൻ അറിഞ്ഞു ചിലതൊക്കെ നിന്നെ പറ്റി. സത്യമാണോ? മാത്യു, ഞാനത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. അല്ല, അതല്ല പറഞ്ഞത്. പക്ഷേ കാര്യങ്ങൾ നീ വിചാരിക്കുന്നത് പോലെയല്ല. ജോളി പറയുന്നത് സത്യമാണ്. ജോളി എന്നോട് വളരെ മോശമായിട്ടാ പെരുമാറിയത്. അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു വഴക്കുണ്ടാക്കി. ഓ, അവൾ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അപ്പോ അതാണ് കാര്യം. ഓഹോ, അപ്പോ അവൾ നിങ്ങളോട് മാത്രമല്ല, ഗുരുജിയോടും മാഷിനോടും ഒക്കെ പറഞ്ഞു. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടോ ഇത്? എന്തായാലും ജോളി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നീ ഒന്ന് ചിന്തിക്കണം. അതിനെക്കുറിച്ച് ഇനി ഒരു സംസാരം വേണ്ട. ആ അങ്കിൾ പാവമാണ്. ഞങ്ങളും അങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ മാത്യു, നല്ലൊരു സൗഹൃദമാണ് ആ അങ്കിളുമായിട്ട് എനിക്ക്. അല്ലാതെ നീ പറയുന്നത് പോലെ ചുമ്മാ. നീ ഇപ്പോൾ ക്ലാസ്സിലും കൃത്യമായി എത്താറില്ല. ആരോടുമായി സൗഹൃദവുമില്ല. ഏത് സമയവും ആ മിഠായി കടയിൽ തന്നെ. ആ എല്ലാ പുതിയ തരം മിഠായികളും ചോക്ലേറ്റുകളും ആ അങ്കിൾ തരും. നല്ല അങ്കിൾ, നല്ല രുചി, നല്ല മനുഷ്യനാണ് ആ അങ്കിൾ. ആ കൂടുതൽ ആ മനുഷ്യനെ പറ്റിയുള്ള വർണ്ണനയൊന്നും എനിക്ക് കേൾക്കണ്ട. മാത്യു, നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, ആ അങ്കിൾ നല്ല മനുഷ്യനാണ്. അതൊക്കെ ശരിയാ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അധിക സൗഹൃദം അവസാനം വലിയ പ്രശ്നമാകും. ഓ ഒരിക്കലുമില്ല, ആ അങ്കിൾ അത്തരക്കാരനല്ല, നല്ല മനുഷ്യനാ. വാ, നിനക്ക് വേണമെങ്കിൽ ഞാൻ ആ അങ്കിളിനെ പരിചയപ്പെടുത്തി തരാം. ആ മതി 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 മതി. നീ നാളെ മാഷിന്റെ അടുത്ത് വരണം. നിന്നെ കൊണ്ട് ചെല്ലാൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ വരാൻ. അതെന്താ കാര്യം? ഓ ഇനി ബാക്കി ഉപദേശം അവിടെ ആവും അല്ലേ? അല്ല, അതൊന്നുമല്ല. നാളെ കുട്ടികളെ എല്ലാം മാഷ് വിളിച്ചിട്ടുണ്ട്.
മാഷിന് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ വരണം, തീർച്ചയായും വരണം. ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഓ ശരി, എങ്കിൽ ഞാൻ വരാം. അപ്പോ ഇനി അങ്കിളിനെ കാണാൻ പറ്റില്ല അല്ലേ? നിന്റെ ഒരു അങ്കിൾ. ആ, എല്ലാവരും എത്തിയല്ലോ. അല്ല, ദീപുവിനെ കാണുന്നില്ലല്ലോ. മാഷേ, അവൻ അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞിരുന്നു. മാഷേ, എന്താ ഞങ്ങളെ അത്യാവശ്യമായി വിളിപ്പിച്ചത്? ഓഹോ, അപ്പോ കേൾക്കാൻ ധൃതിയായല്ലേ. കുഞ്ഞുങ്ങളെ, നിങ്ങളെപ്പറ്റി വാർത്താ മാധ്യമങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അല്ല മാഷേ, അതിപ്പോ ശ്രദ്ധിക്കാറില്ല. എന്താണ് കാര്യം? ആ, അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ഓ, എങ്കിൽ പറയൂ മാഷേ, അത് കേൾക്കാൻ ഞങ്ങൾക്ക് ധൃതിയായി. കുട്ടികളെ ചൂഷണത്തിന് വിധേയരാക്കുന്ന ഒരു സമൂഹം വളർന്നു വരികയാണിപ്പോൾ. ബാലവേല, ശൈശവവിവാഹം, ചൂഷണം, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, പീഡനം ഇവയെല്ലാം ഈ പരിഷ്കൃത സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. ശരിയല്ലേ? അത് വാസ്തവമാണ് മാഷേ. പത്രങ്ങളിലെല്ലാം തന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്ന വാർത്തകൾ നിറയുകയാണ്. അതിനെതിരെ അവബോധം സൃഷ്ടിക്കാനാണ് നമ്മുടെ ഈ ഒത്തുചേരലിന്റെ ഉദ്ദേശം. അപ്പോൾ മാഷ് പറഞ്ഞു വരുന്നത്, കുഞ്ഞു മനസ്സുകളിൽ ഉണ്ടാവുന്ന ചെറിയ മാനസിക സംഘർഷങ്ങൾ പോലും പിന്നീടുള്ള അവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കും. അതെങ്ങനെ മാഷേ? പറയാം. ഇന്ന് കുട്ടികളെ പ്രലോഭിപ്പിച്ചും മയക്കുമരുന്നുകൾക്ക് അടിമയാക്കിയും അനവധി കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന മുതിർന്ന ആളുകൾ കുട്ടികളെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ്. അതെങ്ങനെ മാഷേ? മയക്കുമരുന്ന് കലർന്ന മിഠായികളും അശ്ലീല ചിത്രങ്ങൾ പതിച്ച സ്റ്റിക്കറുകളും യഥേഷ്ടം വിൽക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതുവഴി കുട്ടികൾ വഴിതെറ്റാനുള്ള സാധ്യതകൾ ഇന്ന് വളരെയേറെയാണ്. അല്ലേ കുട്ടികളെ? ആ, അതൊക്കെ ഒരു തരത്തിൽ ശരിയാണ്, അല്ലേ ജോൺ? അതെ അതെ. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ടല്ലോ. ഉണ്ട്. 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്. നിങ്ങൾക്ക് എന്ത് കാര്യവും ഈ നമ്പറിൽ വിളിച്ചു പറയാം. ദുഷ്ടന്മാരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ ചെയ്യാത്തവനാണ് ഭാഗ്യവാൻ. അതായത് നമ്മൾ അതിരുവിട്ട് മറ്റാളുകളുമായിട്ടുള്ള പെരുമാറ്റം നിർത്തണം. അത് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? എന്ന് വെച്ചാൽ മാഷ് പറഞ്ഞു വരുന്നത്, മറ്റുള്ളവർ അനാവശ്യമായി കാണിക്കുന്ന സൗഹൃദവും ലാളനയും നമ്മൾ തിരിച്ചറിയണം. അവരുടെ പെരുമാറ്റത്തിന്റെ പിന്നിലുള്ള ചതി എന്താണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാവണം. ഞാൻ പറഞ്ഞു വരുന്നത് ശരിയല്ലേ കുഞ്ഞുങ്ങളെ? അതില്ലെങ്കിൽ കുഴപ്പമാണ്. ചെറുപ്പത്തിൽ തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അകപ്പെട്ട് പഠനം നിർത്തേണ്ടി വന്നവർ, വിഷാദ രോഗത്തിന് അടിമയായവർ, ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് ചെറുകറ്റുപോയവർ, അങ്ങനെ ഒരുപാട് പേർ. ആ പട്ടികയിൽ നിങ്ങൾ ആരും ഉൾപ്പെടരുത്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് അമൂല്യമാണ്. ഹോ വയ്യ മാഷേ, എനിക്ക് വല്ലാത്ത വിഷമം. നല്ല തലവേദനയുണ്ട്. കണ്ണിനും എന്തോ വല്ലാത്തൊരു മങ്ങൽ. ആ, ഞാൻ ഇവളെ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുകയാണ് മാഷേ. ആ മിഠായി കടക്കാരൻ കൊടുത്ത മിഠായി കഴിച്ച ശേഷം രേണുക വലിയ അസ്വസ്ഥതയിലാണ്. ഓഹോ, എങ്കിൽ കാണട്ടെ ആ മിഠായി. ഒന്ന് കാണിക്കൂ രേണുക. ദേ മാഷേ, ഇങ്ങോട്ട് തരൂ. ഓ, ഇത് സാധാരണ രീതിയിലുള്ള മിഠായി അല്ലല്ലോ. എന്തായാലും എന്റെ ഒരു സുഹൃത്ത് പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തെ ഞാൻ വിവരമറിയിക്കാം. കാര്യങ്ങൾ അദ്ദേഹം ഒന്ന് അന്വേഷിച്ചറിയട്ടെ. എന്താ?
എടാ ദീപു, നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? എന്തു പറ്റി? എന്താ നീ താമസിച്ചത്? നീ അറിഞ്ഞില്ലേ കാര്യം? എന്താ? നമ്മുടെ രേണുവിന് മിഠായി കൊടുത്ത തൊപ്പിക്കാരനെ പോലീസ് പിടിച്ചോണ്ടുപോയി. എന്തിന്? അയാൾ മയക്കുമരുന്ന് കലർന്ന മിഠായികൾ നൽകി പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്ന ദുഷ്ടനാ. മാഷ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് വന്ന പോലീസ് മാമനാ അയാളെ പിടിച്ചത്. ഹോ, ഭാഗ്യം. ദൈവമാ എന്നെ രക്ഷിച്ചത്. അതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ എല്ലാം ഒരുപാട് കുറ്റപ്പെടുത്തി. നിങ്ങളാരും എന്നോട് പിണങ്ങരുത്. ക്ഷമിക്കണം കേട്ടോ. മാഷ് പറഞ്ഞത് ഓർമ്മയില്ലേ? ഉപദേശകനെ സൂക്ഷിച്ചുകൊള്ളുക. ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം. അവൻ നിന്നെ ചതിച്ചെന്ന് വരാം. സ്വാർത്ഥ ലാഭമായിരിക്കും അവന്റെ ലക്ഷ്യം. അത് മറക്കരുത്. എന്താ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ അതെ.